സർക്കാർ അനാസ്ഥ തുടർന്നതോടെ നാട്ടുകാർ പിരിവിട്ട് പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ഭിത്തി കെട്ടി. പൈപ്പ് ലൈനിന്റെ അറ്റകുറ്റപ്പണി വാട്ടർ അതോറിറ്റി പൂർത്തിയാക്കിയില്ല. അതോടെ അപ്രോച്ച് റോഡിനടിയിൽ കൂടി വെള്ളം ചോർന്നൊഴുകി ഈ ഭിത്തി അങ്ങ് തകർന്നു. പത്തനംതിട്ട നാറാണമൂഴി ഗ്രാമപഞ്ചായത്തിൽ അത്തിക്കയത്താണ് ഈ സംഭവം. വാട്ടർ അതോറിറ്റിക്കെതിരെ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. സംഭവ സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോകാം. പ്രവീൺ പുരുഷോത്തമനുണ്ട് തത്സമയം. ഗുഡ് ഈവനിംഗ് പ്രവീൺ പുരുഷോത്തമൻ. ആദ്യം ഈ ഒരു അപ്രോച്ച് റോഡ് പണിതു തരാൻ പറഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ ഭിത്തി കെട്ടിത്തരാൻ പറഞ്ഞു. ആ ഭിത്തി കെട്ടിത്തന്നില്ല. നാട്ടുകാർ എങ്ങനെയൊക്കെയോ ആ ഭിത്തി ഒന്ന് കെട്ടിക്കഴിഞ്ഞപ്പോഴേക്കും പൈപ്പ് ലൈനിന്റെ അറ്റകുറ്റപ്പണി നടത്താതെ ആ ഭിത്തി അങ്ങ് തകർന്നു. ഇനിയിപ്പോൾ എന്താണ് നാട്ടുകാർ ചെയ്യേണ്ടത്? എന്താണ് അവർ പറയുന്നത്? അധികൃതർക്ക് അനക്കമുണ്ടോ? സുജിയ, ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ നാറാണമൂഴി ഗ്രാമപഞ്ചായത്തിലെ അത്തിക്കയം എന്ന സ്ഥലത്താണ്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും പാലങ്ങളും ഒപ്പം തന്നെ അപ്രോച്ച് റോഡും ഒക്കെ പണിയുന്നതിന് കരാർ ഏറ്റെടുക്കാറുണ്ട്. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ കരാറുകാർ പാതി വഴി വെച്ച് പണി ഇട്ടിട്ട് മുങ്ങിപ്പോകുന്നൊരവസ്ഥയുണ്ട്. ഇവിടെയും അതാണ് സംഭവിച്ചത്. അതായത് കരാറുകാരൻ ഈ പാലം ഒഴിച്ച് റോഡിൻ്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയാക്കി. പക്ഷേ പാലത്തിനോട് ചേർന്നുള്ള അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം ഈ കരാറുകാരൻ നടത്തിയില്ല. അദ്ദേഹം ഈ കരാർ ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് മുങ്ങുകയാണ് ചെയ്തത്. തുടർന്ന് നാട്ടുകാർ ഈ റോഡ് പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ട് തന്നെ ഇവിടെ സ്കൂളുകളും ദേവാലയങ്ങളും നിരവധി കുടുംബങ്ങളും ഒക്കെ താമസിക്കുന്ന ഒരിടമാണ്. അവർക്ക് ഏക ആശ്രയം ഈ കൊച്ചുപാലമാണ്. കൊച്ചുപാലം എന്നാണ് നാട്ടുകാർ സ്നേഹത്തോടെ ഈ പാലത്തിനെ വിളിക്കുന്നത്. കാരണം അവരുടെ ജീവിതവുമായി അത്രയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പാലം കൂടിയാണത്. ഇപ്പോൾ തൊട്ട് സമീപത്ത് കാണുന്നത് പമ്പാ നദിയാണ്. നമുക്ക് ആ ദൃശ്യം കൂടി കാണിച്ചു തരാം. പമ്പാ നദിയുടെ തീരത്ത് അതിൻ്റെ സമീപത്ത് തന്നെയുള്ള ഒരു ചെറിയ പാലം. അപ്പോൾ നാട്ടുകാർക്കേറെ ഉപയോഗപ്രദമായിരുന്ന ഈ പാലത്തിൽ കൂടി ഗതാഗതം തടസ്സപ്പെട്ടപ്പോൾ ഒടുവിൽ നാട്ടുകാർ നിവർത്തികെട്ട് പിരിവിട്ട് ഈ പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ 5 ലക്ഷത്തോളം രൂപ ഈ പ്രദേശവാസികൾ എല്ലാവരും കൂടി പിരിവിട്ടെടുത്തു. അങ്ങനെ നാം ഈ കാണുന്ന രീതിയിൽ അവർ ഗംഭീരമായിട്ട് അത് ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു. ഇത് അപ്രോച്ച് റോഡിന്റെ കൽഭിത്തിയാണ് ഇവർ നിർമ്മാണം പൂർത്തീകരിച്ചത്. പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ, ഇത് ജനങ്ങളുടെ ഹൃദയം തകരുന്ന ഒരു കാഴ്ചയാണ്. കാരണം അവർക്ക് പണം പോയി എന്നത് മാത്രമല്ല, അവരുടെ ഏറെ നാളത്തെ അധ്വാനമാണ് ഇങ്ങനെ വിണ്ടിപ്പോൾ ഈ കിടക്കുന്നത്. ഇനിയിപ്പോൾ ഇന്നലെയായിരുന്നു ഈ പാലത്തിൽ കൂടിയുള്ള ഗതാഗതം തുറന്നു കൊടുത്തത്. അതായത് ഇന്നലെ ഇവിടെ ഒരു ആളുകൾക്കെല്ലാം വലിയ സന്തോഷമുള്ള ഒന്നായിരുന്നു. കാരണം തങ്ങളുടെ അധ്വാനം കൊണ്ട് കരാറുകാരൻ ഉപേക്ഷിച്ചു പോയെങ്കിലും തങ്ങളുടെ അധ്വാനം കൊണ്ട് ഈ പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ കൽഭിത്തി കെട്ടി ഉറപ്പിച്ചു എന്നൊരു ആശ്വാസം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ മുതൽ ഗതാഗതം ഇവിടെ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ ഈ കാണുന്ന പോലെ കോൺക്രീറ്റ് വിണ്ട് ഏത് നിമിഷവും ഇത് പമ്പാ നദിയുടെ കൈത്തോട്ടിലേക്ക് ഇടിഞ്ഞു വീഴാവുന്ന ഒരു അവസ്ഥയിൽ ഇവിടെ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർ നിരാശയിലാണ്. ഇത് സംഭവിച്ചത് ഇവിടെ ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഈ പാലത്തിന്റെ അടിയിൽ കൂടി പോകുന്നുണ്ടായിരുന്നു, പാലത്തിൽ കൂടി പോകുന്നുണ്ടായിരുന്നു. റോഡിനടിയിൽ കൂടി വെള്ളം ചോർന്നു, അങ്ങനെയാണ് ഈ ഭിത്തി ഇടിഞ്ഞു വീണത് എന്നതാണ് ഒരു പ്രാഥമിക നിഗമനം. എന്നാൽ ഈ ഭിത്തി നിർമ്മിച്ചതിൽ ബലക്ഷയം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ കുറച്ചുകൂടി ബലപ്പെടുത്തി കെട്ടണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. നാട്ടുകാരുടെ പ്രതികരണങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക് കൂടി പോകാം പ്രവീൺ. സുജയ്, ഇപ്പോൾ നാട്ടുകാർ നമ്മോടൊപ്പം ഉണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള ഒരു കാരണം എന്താ? നിങ്ങളുടെ ഒരു വിലയിരുത്തൽ എന്താ? യഥാർത്ഥത്തിൽ സംഭവിക്കാനുള്ള കാരണം ഈ കലുങ്ക് റീബിൽഡ് പദ്ധതിയിൽപ്പെടുത്തി പണിയാൻ വേണ്ടി ടെൻഡർ കൊടുത്തിരുന്നു, കരാർ കൊടുത്തിരുന്നു. എന്നാൽ കരാറുകാരന് പൈസ കിട്ടാത്തതുകൊണ്ടാണ് കരാറുകാരൻ പോയെന്നാണ്, ഇട്ട് കളഞ്ഞിട്ട് പോയെന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് നമ്മളൊരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, അതിനുശേഷം അപ്പോൾ അത് ഈ കലുങ്ക് പൊളിച്ചു മാറണമെങ്കിൽ ഇതിൻ്റെ മേലെ കൂടെ പോകുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് മാറ്റി കൊടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ അവരറിയിച്ചതിന് മുഖേന വാട്ടർ അതോറിറ്റിക്കാരെ ഇതിന് മേലെ കൂടെ പോയിരുന്ന പൈപ്പ് മുറിച്ചു മാറ്റി. പക്ഷേ ഈ മുറിച്ചു മാറ്റിയപ്പോൾ ഇതിന് പുറകിലുള്ള വാൽവ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി അവർ വിട്ടുപോയി എന്ന് തോന്നുന്നു. എന്തായാലും ഇതിൻ്റെ പണി ഞങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഇന്നലെ വൈകിട്ട് ഇത് സഞ്ചാരയോഗ്യമായി തുറന്നു കൊടുത്തതിന് ശേഷം ഇന്ന് ഒരു 11:30 ഇവർ വെള്ളം തുറന്നു വെച്ച് ഏകദേശം 8 ഇഞ്ച് വണ്ണമുള്ള ലൈനിൽ കൂടി വരുന്ന വെള്ളത്തിന് എന്തുമാത്രം ഫോഴ്സ് ഉണ്ടാകുമെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. ആ വെള്ളം വന്ന് ഇതിൻ്റെ ഏകദേശം 1.5 മീറ്റർ അടിയിലാണ് ഈ പൈപ്പ് ഇരിക്കുന്നത്. ഈ പൈപ്പിനകത്ത് കൂടി വെള്ളം വന്ന് ഈ മണ്ണും റോഡും കൂടി ഇടിഞ്ഞു താണിട്ട് ഈ കൽഭിത്തി, ഞങ്ങൾ കെട്ടിയ കൽഭിത്തി പോലും ഇപ്പോൾ ഒരു അപകടാവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷേ വാട്ടർ അതോറിറ്റി പറയുന്നത് അവർ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. ചെയ്തു തന്നില്ല എങ്കിൽ നാട്ടുകാരെല്ലാവരും കൂടി ഈ വാട്ടർ അതോറിറ്റിയിലേക്ക് പോകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വലിയ നിരാശയായി പോയല്ലേ? അതെ, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ നിരാശയാണ്. ഇങ്ങനെ പല ദിവസങ്ങളിലെല്ലാം മാസങ്ങളോടെ എടുത്ത് കഷ്ടപ്പെട്ട് ഞങ്ങൾ പണം സ്വരൂപിച്ച്, അത് ഈ പ്രദേശവാസികളിൽ എല്ലാവരിൽ നിന്നുമല്ല, ഏതാണ്ട് 100-120 വീട്ടുകാരിൽ നിന്ന് മാത്രം, ഇതിൻ്റെ അങ്ങേ വശത്ത് താമസിക്കുന്ന ആൾക്കാരിൽ നിന്ന് മാത്രമാണ് പിരിവെടുത്തിട്ടുള്ളത്.
അങ്ങനെ പിരിച്ച പണം കൊണ്ടാണ് ഞങ്ങൾ ഈ പാലത്തിന്റെ അപ്രോച്ച് റോഡ് ആ പണിത്. കഷ്ടപ്പെട്ട് പണം ഇവിടെ ഉണ്ടാക്കിയതൊക്കെ 2 എങ്ങനെയാണെന്നുള്ളത് മാസമായിട്ട് അവർക്കറിയാം. ഈ അത്തിക്കയത്തെ വെയിലത്തൊക്കെ സാധാരണക്കാരായ നിന്ന് മനുഷ്യരാണ്. ഈ പണി ചെയ്യിച്ച് താറാളമൂഴിയിലെ നാട്ടുകാരുടെ അവർ ആ പിരിവിട്ട് ഭിത്തി കെട്ടിയിട്ട് അതിന് സംഭവിച്ച കാര്യമാണ്. അത് വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ പ്രവീൺ പുരുഷോത്തമനാണ് അവിടെ നിന്നുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ നൽകിയത്.